ബിഗ് ബോസ് വീട്ടിൽ ടിക്കറ്റ് ഫിനാലയുടെ പോയിന്റ് കൊണ്ട് മാത്രം ഫിനാലയിലേക്ക് എത്തുന്ന മത്സരാർത്ഥികളുടെ പേര് പറയാൻ പറഞ്ഞ സമയത്ത് അവിടെ ജാസ്മിൻ പറഞ്ഞ പേരായിരുന്നു അഭിഷേകിന്റെ പേര്. അഭിഷേകിന്റെ പ്രത്യേകിച്ച് ഗ്രാഫ് ഉയർത്താനൊന്നും സാധിച്ചിട്ടില്ല. അഭിഷേക് ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ എനിക്കൊന്നും അഭിഷേകിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ നോമിനേഷനിൽ അഭിഷേക് പുറത്തു പോകുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ പോയില്ല. പക്ഷെ ഇത്തവണയും അഭിഷേക് പോകുമെന്ന് കരുതുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തുകൊണ്ട് ഫിനാലയിലേക്ക് എത്തുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് മാത്രമേ അഭിഷേകിനെ എനിക്ക് കാണാൻ കഴിയൂ എന്നാണ് ജാസ്മിൻ അവിടെ പറഞ്ഞത്. സത്യത്തിൽ കേട്ട പ്രേക്ഷകർക്ക് അത് വലിയൊരു കോമഡി ആയിട്ട് മാത്രമേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. അഭിഷേകിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ സമയത്ത് പുറത്ത് പ്രേക്ഷകർക്ക് ഏറ്റവും സപ്പോർട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക്. അപ്പൊ തീർച്ചയായും ജാസ്മിൻ അത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് അതൊരു കോമഡി ആയിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. വീട്ടിലുള്ളവർ വേറെ ആരും തന്നെ അവിടെ അഭിഷേകിന്റെ പേര് പറഞ്ഞിട്ടില്ല. ജാസ്മിൻ മാത്രമാണ് അഭിഷേകിന്റെ പേര് പറഞ്ഞത്. അവിടെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അവിടെ തിരിച്ച് ജാസ്മിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു അഭിഷേക്. അത് ഓക്കെ, ജാസ്മിന്റെ പേര് 3-4 പേര് അവിടെ പറഞ്ഞിരുന്നു. ജാസ്മിൻ അങ്ങനെയാണ്, ജാസ്മിന്റെ ഗെയിം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ഗെയിമാണ്. തുടക്കം മുതൽ പല സ്ട്രാറ്റജികളും പല കാര്യങ്ങളും ഇവിടെ പയറ്റി നോക്കി, പക്ഷെ ഒന്നും വിജയിക്കാതെ കുറെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് അവിടെ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു 3-4 പേര് അവിടെ ജാസ്മിന്റെ പേര് പറഞ്ഞിരുന്നു. പക്ഷെ ജാസ്മിൻ അഭിഷേകിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ജാസ്മിന്റെ വ്യൂ പോയിന്റ് ആയിരിക്കാം ജാസ്മിൻ പറയുന്നത്, പക്ഷെ മറ്റാർക്കും തോന്നാത്തൊരു വ്യൂ പോയിന്റ് ആണ് അവിടെ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും അപ്സര ഔട്ടാവുന്ന സമയത്ത് അവിടെ ജാസ്മിൻ നോക്കിയത് അഭിഷേകാണോ പുറത്തു പോകുന്നത് എന്നാണ്. പിന്നീടാണ് അപ്സരയാണ് എവിക്റ്റഡ് ആയെന്ന് കണ്ട വഴിക്ക് ജാസ്മിൻ ആകെ ഷോക്ക് ആവുന്നുണ്ടായിരുന്നു. അവിടെ ജാസ്മിന്റെ മനസ്സിൽ അവിടെ അഭിഷേക് പുറത്തു പോകുന്നതായിരുന്നു. അത് ഇന്നും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, അഭിഷേക് പുറത്തു പോകുന്നതാണ് ഞാൻ കരുതിയത് എന്നുള്ളത്. അവിടെ വീക്കായിട്ട് തോന്നുന്ന ഒരു മത്സരാർത്ഥിയുടെ കൂട്ടത്തിലാണ് അഭിഷേകിനെ വെച്ചിരിക്കുന്നത് ജാസ്മിൻ.